ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നാളെ നടക്കാൻ പോകുന്ന എപ്പിസോഡിലേക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ഇനി അങ്ങനെ ഇന്നലത്തെ കഥയുടെ ഇതൊക്കെ നമ്മൾ കണ്ടില്ലോ, കേട്ടല്ലോ. അത് അങ്ങനെ ഇനി നാളെ നടക്കാൻ പോകുന്ന റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ റിവ്യൂ അതുപോലെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിലും വന്നില്ലേ. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമല്ലേ ഉണ്ടായുള്ളൂ. അത് നമ്മുടെ തമിഴിലെ റിവ്യൂ ആണ് പറയുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തമിഴിലെ റിവ്യൂ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നമുക്ക് എന്തായാലും മലയാളത്തിലെ നാളെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ മിത്രയുടെയും മീനാക്ഷിയുടെ അടുത്ത് സത്യങ്ങളെല്ലാം തന്നെ അനു തുറന്നു പറയുകയാണ്. നമ്മുടെ അനു അപ്പം അനുവിനോട് മിത്രയും മീനാക്ഷി ആകെ ദേഷ്യത്തിലാക്കാം ആയിട്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഇത് അനു പറയണ എല്ലാം കേട്ടിട്ട് മീനാക്ഷിയും മിത്ര എല്ലാം ഭയങ്കര ദേഷ്യവും സങ്കടവും ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മീനാക്ഷി, മോളെ അനു, നീ ഇപ്പോൾ തന്നെ ഈ താലി വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം. ഞങ്ങൾ അച്ഛനും അമ്മയും അടുത്ത് സംസാരിക്കാം. ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ സംസാരിച്ചോളാം, കാര്യങ്ങളൊക്കെ ശരിയാക്കാം. നീ ഞങ്ങളുടെ കൂടെ ഇപ്പം തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുവിനെ പിടിച്ചു വലിക്കുകയാണ്. അപ്പോൾ അനു രണ്ടുപേരോടും എടുത്ത് പറയാം, കൈ തട്ടി കളഞ്ഞിട്ട് പറയാം, കയ്യിൽ നിന്ന് മാറ്റിയിട്ട് പറയാണ്. എന്നിട്ട് പറയാം, ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എന്നോട് ചോദിച്ചത് കൊണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചത് നിങ്ങൾ രണ്ടുപേരുമാണ്. അത്രമാത്രം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എഴുത്തിമാർ, ദേവെടുത്തി, മിത്രയെടുത്തി, മീനാക്ഷി, എല്ലാവരും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത്. പക്ഷെ അതിനർത്ഥം ഇതെല്ലാം വീട്ടിൽ പോയി പറയണമെന്നല്ല. ഞാനിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ആലോകിനെ വിവാഹം വെച്ചത് തന്നെ ആലോകിനായിട്ട് ആ കുടുംബത്തിന് പണി കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയണം. അപ്പോൾ ആ സമയത്ത് ഇത് നേരത്തെ പറയാനാണെങ്കിൽ എനിക്ക് നേരത്തെ വീട്ടിൽ വന്ന സമയത്ത് തന്നെ പറഞ്ഞാൽ പോരെ. പക്ഷെ അത് പറ്റില്ല. അവൻ അപ്പോൾ വിജയിക്കുകയുള്ളൂ, അവൻ ജയിക്കുകയുള്ളൂ. അവനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കണം. അവനൊരു പണി കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ദേവമംഗലത്തേക്ക് കാല് കുത്തുള്ളൂ. എൻ്റെ എഴുത്തുമാർ എൻ്റെ ഒപ്പം കൂടെ ഈ കാര്യത്തിൽ നിങ്ങൾ നിൽക്കണം എന്ന് പറയണം. അങ്ങനെ മീനാക്ഷിയും മിത്രയും പറയുന്നുണ്ട്, ശരി മോളെ, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങളെപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ സത്യങ്ങളൊന്നും തന്നെ ആരോടും പറയുന്നില്ല. പക്ഷെ നിനക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ നീ അപ്പം തന്നെ എഴുത്തുമാരെ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറയണം. അങ്ങനെ മീനാക്ഷിയും മിത്രയും കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. അതിനും മീനാക്ഷിക്കും മിത്രയ്ക്കും വല്ലാത്ത വിഷമമുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആനന്ദി തന്നെയാട്ടോ. ആനന്ദ് നമ്മുടെ ദേവിയുടെ അടുത്ത് ഇങ്ങനെ ദേവി അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ആനന്ദ് ദേവി ചോദിക്കുന്നുണ്ട്, ആനന്ദേട്ടാ നിങ്ങൾ ജോലിക്ക് പോയില്ലേ? ഇല്ല, പോയില്ല, മനസ്സിനൊരു സുഖമില്ല. പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്നു വിവാഹം മുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ്. ആനന്ദേട്ടാ അതൊക്കെ പോട്ടെ, എൻ്റെ അടുത്ത് 2-3 പേര് വന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ അതിനൊക്കെ തക്ക മറുപടി പറഞ്ഞു എന്നൊക്കെ പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അപ്പുറത്തേക്ക് പോയിട്ടോ. ഒരു ബാഗ് എടുക്കാട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ ദേവി ആനന്ദിന് തന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? കാരണം ആദ്യമായിട്ട് ആനന്ദ് കുറിച്ച് മയത്തോടെ സംസാരിക്കുന്നത് ദേവിക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. പക്ഷെ ആനന്ദ് വേഗം തന്നെ ദേവിയുടെ ഡ്രസ്സുകളൊക്കെ തന്നെ ആ ബാഗിലേക്ക് പാക്ക് ചെയ്യുക. നീ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വരണം. എവിടെയാണ് വരേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും എവിടേക്കോ? നിൻ്റെ വീട്ടിലേക്ക്. നീയും ഞാനും രണ്ടിടത്താണ്. നീ നിൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും. അനു എന്തൊക്കെയോ പറയുന്നത്, ആനന്ദ് എന്തൊക്കെയോ പറയുന്നത്. എനിക്ക് ആനന്ദമായിട്ടില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ദേവി, നീ വായ അടച്ചിരിക്കും. ഇപ്പോൾ വീട്ടിൽ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നിൻ്റെ ഈ ദുരന്തം കൂടി ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് താങ്ങാവുന്നത്രേ ഉള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും ഇത്രയും വലിയ ദുരന്തം താങ്ങിയില്ലേ? ഇനി നിൻ്റെ കാര്യം കൂടി അവരെ അറിയാനുള്ള സമയമായി. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വരാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവിയുടെ ബാഗും സാധനങ്ങളും ഒക്കെ ആയിട്ട് ആനന്ദം വണ്ടിയിൽ വെക്കാട്ടോ. എന്നിട്ട് ദേവീനെ പിടിച്ച് വണ്ടിയിലേക്ക് ഇരിക്കുന്നുണ്ട്. നേരെ പോകുന്നു ദേവിയുടെ വീട്ടിലേക്കാട്ടോ. അവിടെ പോയിട്ട് ദേവീനെ അവിടെ നിന്ന് ഇറക്കുകയാണ്. അപ്പോൾ ദേവിയുടെ അച്ഛൻ അമ്മയും ശ്രീലതയും ഉദയഭാനും വന്ന് ചോദിക്കുന്നുണ്ട്, അയ്യോ മരുമോനെ വാ, അകത്തേക്ക് വാ. അയ്യോ എൻ്റെ പൊന്നങ്ങളെ, പൊന്നുമോളെ, ഈ സാധനങ്ങൾ നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് അപ്പോൾ ആനന്ദ് പറയാം, ഈ പൊന്നുമോളെ, ഈ സാധനം നിങ്ങളെ
ഏൽപ്പിച്ചിട്ട് പോവാനാ, എൻ്റെ കയ്യിലേക്ക് തന്ന തിരിച്ച് അങ്ങോട്ട് തരികയെന്ന് പറയാം. അതെന്താ പറച്ചില്ല മോനെ, നിന്റെ ഭാര്യയല്ലേ ദേവി? എന്ത് ഭാര്യ? ഏത് ഭാര്യ? ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ ഇവിടെ കെട്ടിച്ചത്? നിങ്ങൾക്ക് ഒരു മോളും കൂടിയില്ലേ? അതിനെങ്കിലും മാന്യമായിട്ട് മര്യാദയ്ക്കൊക്കെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് കെട്ടിക്കാൻ നോക്കുക. എനിക്കിനി ഇവിടെ ആവശ്യമില്ല എന്ന് വേണ്ടിയിട്ട് അവളെ ഉപേക്ഷിച്ചിട്ട് ആനന്ദ് തിരിച്ചു വരും കേട്ടോ. അപ്പം നാളത്തെ എപ്പിസോഡ് അത് കാണാൻ സാധിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മിത്ര മീനാക്ഷി നേരെ അവിടേക്ക് പോവുകയാണ്. മീനാക്ഷി മാത്രമേ വീട്ടിലേക്ക് കയറി വരുന്നുള്ളൂ കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗോമതി ആണെങ്കിൽ ആകെ വിഷമത്തിലാണ്. ഗോമതി ആനന്ദിനോട് പറയുന്നുണ്ട്, ആനന്ദ് ഇന്ന് കടയിലേക്ക് പോകുമ്പോൾ ഞാനും കൂടി വരികയാണ്, എനിക്ക് ഇവിടെ നിന്നിട്ടൊക്കെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ വേണ്ടി നമുക്ക് ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകുന്നുള്ളൂ. അപ്പം ഗോമതി സ്റ്റോഴ്സിലേക്ക് അവിടെ പോവാട്ടോ. ഗോമതിയും ബാലനെ കാണുമ്പോഴേക്കും ആൾക്കാർക്ക് രണ്ടുപേരെയും കൂടെ കാണുമ്പോൾ ആൾക്കാർക്ക് ചുള്ളം കുത്തലുണ്ടല്ലോ, പലതും ഇങ്ങനെ പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുക. ഗോമതിക്ക് ആകെ ദേഷ്യം വരുവാട്ടോ. അപ്പം തന്നെ ഗോമതി ആര്യനെ വിളിക്കുകയായിട്ട് ആര്യ കൂടെ തിരിച്ചു വീട്ടിലേക്ക് തന്നെ ഗോമതി വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഗോമതി കടയിലേക്ക് പോയതുകൊണ്ട് വീട്ടിൽ പണിയൊന്നും എടുക്കാൻ വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് സുഖിൻ്റെ അടുക്കളയിൽ കയറി കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. സാമ്പാറോ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പ് വാരി കോരി ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീനാക്ഷി നമ്മുടെ അനു സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞല്ലോ. വേറെ കുറേയൊക്കെ ഇതിൻ്റെ കാരണക്കാരിയൊക്കെ സുകന്യാന്നൊക്കെ മനസ്സിലായല്ലോ. സുകന്യ കാര്യങ്ങളൊന്നും നമ്മുടെ അനു തുറന്നു പറഞ്ഞുകൊണ്ട് അപ്പോൾ മീനാക്ഷി മിത്ര എടുത്ത് മീനാക്ഷിക്കും മിത്രയ്ക്കും ഭയങ്കര കളിയും ദേഷ്യമൊക്കെ കേട്ടോ. അങ്ങനെ മീനാക്ഷി വീട്ടിൽ വരുമ്പോഴേക്കും സുകന്യ ഭയങ്കര പാചകത്തിൽ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ സുകന്യയുടെ പുറകിൽ പോയിട്ട് ഒരു കത്തി എടുത്ത് നിൽക്കുകയാണ് നമ്മുടെ മീനാക്ഷി. പെട്ടെന്ന് സുകന്യ തിരിച്ചു നോക്കണം. മീനാക്ഷി കാണുന്നത്, ഓ മീനാക്ഷി ആയിരുന്നോ? ഞാൻ ആകെ പോയിട്ട് എന്താ ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ പിറകിൽ വന്ന് നിൽക്കുന്നത്? ആള് പേടിച്ചു പോയല്ലോ. പുറകെ വന്ന് പേടിപ്പിക്കുകയാണോ എന്നൊക്കെ സുകന്യ ചോദിക്കും. അങ്ങനെ പേടിക്കൊന്നുമില്ല, വേണ്ട, ഇത് പേടിക്കാൻ പോകുന്ന കാര്യം പറയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയട്ടെ മീനാക്ഷി. എന്താ മീനാക്ഷി അങ്ങനെ പറഞ്ഞത്? എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഓഹോ, സുകന്യയുടെ എന്തൊക്കെ ഒന്നും മനസ്സിലായില്ല അല്ലേ? എങ്കിൽ ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അനുമോളെ കല്യാണ ദിവസം കാണാതായി. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തലേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അനുമോളെ എവിടെയെന്ന് എന്നുമായിട്ട് ആലോചിച്ച് 2-3 മണിക്കൂർ അവൾക്ക് വേണ്ടി ആകെ അലഞ്ഞു തിരിഞ്ഞു. പക്ഷെ സുകന്യടുത്തേക്ക് അറിയായിരുന്നു അവൾ എവിടെ പോയെന്നും. എനിക്കറിയായിരുന്നില്ല. ഒന്നും അറിയില്ലായിരുന്നു. സുകന്യടുത്തേക്ക് ഒന്നും അറിയില്ല. അതെ, ഹൽദി ദിവസം അനുമോളെ അലോയിലെ ഒക്കെ അടുത്തേക്ക് മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടത് സുകന്യടുത്ത് അല്ലേ? മീനാക്ഷി അനുവിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. കണ്ടു, സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. സത്യം പറഞ്ഞത് അലോക അടുക്കാനുള്ള കാരണം പോലും സുകന്യടുത്ത് നിങ്ങൾ ഒറ്റൊരുത്തിയാണെന്നൊന്നും പറയാത്ത പാവം പെണ്ണായിരുന്നു. ഈ 2 കുടുംബത്തിനും ശത്രുതയായിട്ട് മാറാനായിട്ട് നിങ്ങൾ 2 പേരും ഒന്നിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ തലയിൽ ഓരോന്നൊക്കെ പറഞ്ഞു വെച്ച് അവൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഓരോ ടോക്കായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കുമ്പോഴേക്കും നിങ്ങൾ വീണ്ടും അവളെ അലോകിൻ്റെ അടുത്തേക്ക് എന്ന് പറയുമ്പോൾ അയ്യോ എനിക്കൊന്നും അറിയില്ല, അനു നുണ പറഞ്ഞതായിരിക്കും. നുണയോ അനുവോ? അത് അവൾ നുണ പറഞ്ഞതായിരിക്കും. അല്ലെങ്കിൽ തെളിവ് കാണിക്കുന്നത്, അവളെ തെളിവ് കാണിക്കട്ടെ. എൻ്റെ സുകന്യടുത്ത് നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കാൻ നോക്കുന്നത്? തെളിവായിട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ? തെളിവ് വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറയുമ്പോഴേക്കും മീനാക്ഷി ചതിക്കല്ലേ, എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് അലോക എന്നോട് പറഞ്ഞു അനുവിനെ കാണണം, സംസാരിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വേറെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അവൾ അവൻ്റെ കൂടെ ഇറങ്ങി പോകുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ സുകന്യടുത്ത് എന്താ വിചാരിച്ചത്? നിങ്ങൾക്കറിയാലോ അലോകിൻ്റെ സ്വഭാവം. ഇവിടെ അങ്ങനത്തെ അനുങ്ങളും ഒരു ആദ്യത്തെ നിങ്ങൾക്ക് സത്യങ്ങളൊക്കെ പറഞ്ഞുകൂടായിരുന്നു. അലോകും അനുവും തമ്മിൽ വിവാഹത്തിന് മുമ്പ് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ വൃത്തികെട്ട ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അവളുടെയും അവൻ്റെയും ഫേക്കായിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാക്കി. ആ ഫോട്ടോ കണ്ട് ആൾക്കാർ അറിയും അത് ഫേക്ക് ഫോട്ടോസാണെന്ന്. എന്നിട്ട് നിങ്ങളും അതിന് കൂട്ടുനിന്നു. പോയില്ല കേട്ടോ.
അല്ലേ? അത് മാത്രമല്ല, അത് ഒറിജിനൽ ഫോട്ടോ തന്നെ ആയിക്കോട്ടെ, അത് കല്യാണത്തിന് മുമ്പുള്ള കാര്യമാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ഞാൻ ഈ സത്യം ഇവിടെ എല്ലാവരോടും ഇപ്പോൾ ഈ വീട്ടിൽ എല്ലാവർക്കും പറയാൻ പോവാണ്. പിന്നെ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് അറിയാമല്ലോ. അനുവിന് ഇങ്ങനത്തെ ഒരു ചതിക്കുഴി കൊണ്ടിട്ടത് നിങ്ങളാണെന്ന് അനുവിൻ്റെ അടുത്തേക്ക് രാത്രി അനുമോളെ പറഞ്ഞയച്ചത് നിങ്ങളാണെന്ന് സത്യം ഞാൻ ഇവിടെ എല്ലാവരോടും പറയാൻ പോവാണ് എന്ന് പറയുമ്പോഴേക്കും സുഗന്യ മീനാക്ഷിയുടെ കാല് പിടിച്ചിട്ട്, അയ്യോ മീനാക്ഷി പറയല്ലേ, മീനാക്ഷി പറയല്ലേ, പ്ലീസ് മീനാക്ഷി എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ പക്ഷേ ഇപ്പം പറയുന്നില്ല, പക്ഷേ ഒരു കാര്യം, ഇനി നിങ്ങൾ എങ്ങാനും ഈ വീട്ടിലെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ ഞാൻ അറിഞ്ഞ അപ്പോൾ ഞാൻ ഈ കാര്യം എല്ലാവരും പറയും. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ധർമ്മമാവിൻ്റെ മുഖം ഓർത്തിട്ട് മാത്രമേ ഞാൻ ഇപ്പോൾ ഈ കാര്യം ആരോടും പറയാത്തത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ധർമ്മമാവിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എല്ലാ സത്യങ്ങളും ഞാനും ഇത്രയും ഇവിടെ തുറന്നു പറയും, തെളിവെടുപ്പം തുറന്നു പറയും എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കറി അങ്ങ് തന്നെ നമ്മുടെ സുഗന്യയുടെ തല വഴി ഒഴിക്കാൻ എന്ന ആഗ്രഹമുണ്ട് മീനാക്ഷിക്ക്. അത്രയ്ക്കും കലിയും പാകമായിട്ടാണ് മീനാക്ഷി നിൽക്കുന്നത്. പക്ഷെ ആ കറി എടുത്തിട്ട് അത്ര വെക്കൽ അങ്ങനെ തന്നെ വെക്കും കേട്ടോ. കാണിച്ച് തരുന്നുണ്ട്, നിങ്ങളെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവൻ കാണില്ലല്ലോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി അവിടെ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുഗന്യ മുഖത്ത് അടി കിട്ടിയ പോലത്തെ ഒരു ഫീലാണ് സുഗന്യ കേട്ടപ്പോൾ. ഈ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ എപ്പിസോഡാണ് നമ്മൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ ബൈ.